ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നല്ല വാഴയില വേവിച്ചെടുത്ത ഉതിർപ്പിട്ടാണേ. എന്താ മണം, വാഴയില വാടിയ ഒരു മണം. അപ്പോൾ ഒരു എളുപ്പപ്പണി നോക്കിയതാണേ. പുട്ടുപൊടിയൊക്കെ നനച്ച് നമ്മൾ കുറ്റിയിൽ നിറച്ച് ഇങ്ങനെ കുറേ പ്രാവശ്യം വെക്കുന്നതിന് പകരം എല്ലാം കൂടി ഒന്ന് ആവിയിൽ വേവിച്ചെടുത്തു. ഇത് വാങ്ങിയ പൊടിയല്ല, വീട്ടിൽ നമ്മൾ തന്നെ പൊടിച്ച പൊടി. അതുകൊണ്ട് അധികം കുഴഞ്ഞു പോവാതെ ഈ ഒരു പാകത്തിൽ, അധികം വെള്ളം ഒഴിച്ചാൽ കൊള്ളൂല. ഇപ്പോൾ പുട്ടുപൊടി നനച്ച് കുറച്ച് നേരം അവിടെ വെച്ചു. അതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടെ അതിനകത്ത് നല്ലോണം ഇട്ടൊന്ന് മിക്സ് ചെയ്തു. തേങ്ങ നല്ലോണം ഇട്ടോ, ടേസ്റ്റാണ്. പിന്നെ ആവിയിൽ ഇല മുറിച്ച് വെച്ചു. ഇഡ്ഡലിത്തട്ടിൻ്റെ മേലെ ഇല മുറിച്ച് വെച്ച് അതിൻ്റെ മേലെ പൊടിയൊക്കെ ഇട്ട് മുകളിൽ കുറച്ചും കൂടെ തേങ്ങയിട്ടു ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എളുപ്പമാണ്. ആവിയൊക്കെ വന്നു കഴിയുമ്പോൾ ആ ഇല വാടിയൊരു മണം, എന്താ അതിൻ്റെ മണം. പുട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറ്റിയിലൊക്കെ നിറച്ചൊരു ഡ്രൈ ആകുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് പുട്ട് ഇലയിൽ വാടിയായ നമ്മൾ പൊതിച്ചോറെല്ലാം കഴിക്കുമ്പോൾ ഒരു മണമില്ലേ, അതുപോലത്തെ ഒരു മണവും. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ കടലക്കറി പിന്നെ റോബസ്റ്റ പഴമാണ്. എനിക്ക് കറിയേക്കാളും ഇഷ്ടം പഴമാണ്. നല്ല ചൂട് പുട്ടിൻ്റെ കൂടെ പഴം കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നും കൂടി പറയണേ. അപ്പോൾ നല്ല സൂപ്പറായിരുന്നു, അടിപൊളിയാണ്. എന്താ ടേസ്റ്റ്, സോഫ്റ്റ് പുട്ട്. താങ്ക് യു.